ആർഭാട ധൂർത്തിൽ നിന്ന് മാറ്റിവെച്ചിട്ട് ഒരു 5 പവൻ സ്വർണമെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് മാംഗല്യ സൗഭാഗ്യമുണ്ടാകുമെങ്കിൽ ഞാനത് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഏതെങ്കിലും മുതലാളിമാർ, കഴിവുള്ള ആളുകൾ നമ്മുടെ നാടുകളിൽ അതിനു വേണ്ടി ബാക്കി വെക്കുന്നുണ്ടോ? കൊറോണ കാലത്ത് 3 ദിവസം കല്യാണം, എന്തെന്നറിയോ? അന്ന് 30 ഒരു സിറ്റിങ്ങിൽ പറ്റുള്ളായിരുന്നു. ഇന്ന് അതേ 3 എല്ലാ ദിവസവും 1000, 2000, 3000 ആളുകൾ. എന്ത് മാറ്റം! എന്താ നമ്മൾ പഠിച്ചത്? എന്താ നമ്മൾ പഠിച്ചത്? നമ്മുടെ ജില്ലയിൽ നിന്ന് തുടങ്ങും, പിന്നെ എല്ലാ ജില്ലകളും ഇങ്ങനെ പോയി മലപ്പുറത്തൊക്കെ എത്തുമ്പോഴേക്കും നിങ്ങൾ പുതിയതോടെ തുടങ്ങിയിട്ടുണ്ടാവും. എന്താ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ധൂർത്തിന് അള്ളാഹുവിനോട് നമ്മൾ മറുപടി പറയേണ്ടി വരില്ലേ? 100 രൂപ ഉള്ളവൻ കളിക്കുന്നത് 500ന്റെ കളിയാണ്. 1000 ഉള്ളവൻ 10,000ന്റെ കളിയാണ് കളിക്കുന്നത്. പിന്നെ കളിക്കാത്തോ ഇല്ലാത്തോണ്ട കളിക്കാത്തത്. ഉണ്ടായിട്ട് നിങ്ങൾ ഈ ധൂർത്ത് ചെയ്യാതിരിക്കുന്നുണ്ടോ? അതേ അള്ളാഹുവിന് വേണ്ടു. ഇല്ലല്ലോ. ഇല്ലാത്ത പിന്നെ കടം വാങ്ങിയിട്ടും പണയപ്പെടുത്തിയിട്ടും പലിശക്ക് വാങ്ങിയിട്ടും ചെയ്യുന്നുണ്ട്. അതിന് ഹിസാബ് അള്ളാഹിനോട് പറയേണ്ടി വരും. ധൂർത്ത് നമുക്ക് നിർത്തിക്കൂടെ? ആരെയാ നമ്മൾ ഈ പേടിപ്പിക്കുന്നത്? ആരെയാണ് നമ്മൾ ഈ ഞെട്ടിപ്പിക്കുന്നത്? മുഅ്മിനെ, ആരെയാ ഞെട്ടിപ്പിക്കുന്നത്? നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികൾക്ക് മാന്യമായ മനോഹരമായ ഭക്ഷണം നിങ്ങൾ കൊടുക്കൂ, അതിന് കൂലിയാണ്. നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിക്കോ. പക്ഷെ എന്ത് ചെയ്യരുത്? ധൂർത്താക്കി കളയരുത്. ഭക്ഷണം കൊണ്ടുപോയി കൊട്ടുന്ന അവസ്ഥകൾ ഉണ്ടാകരുത്. വിവിധ ഭക്ഷണം വെക്കുന്നതിനൊന്നും ശറയിൽ എതിരില്ല. ഭക്ഷണം വിവിധ അതിനൊന്നും കുഴപ്പമില്ല. അതിഥികൾക്ക് നിങ്ങൾ വിവിധ തരത്തിലുള്ള ഭക്ഷണം വെച്ചു കൊടുത്തോളൂ, അതിനൊന്നും കുഴപ്പമില്ല. അത് നിങ്ങൾ കൊണ്ടുപോയി ചവറ്റുകൊട്ടയിൽ കൊട്ടിക്കളയരുത്. ഓരോ വറ്റിനും അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. കടുത്ത ധൂർത്ത്. മാതാപിതാക്കളോട് ചോദിച്ചാൽ അത് കുട്ടികളാണ് ഹാൻഡിൽ ചെയ്യുന്നത്, നമുക്കൊന്നും ചെയ്യാൻ വയ്യ. എത്രയാ ബില്ല് കൊടുക്കുന്നത് വാപ്പയും, ചെയ്യണത് മക്കളും. അനാവശ്യവും ആവശ്യവും അത്യാവശ്യവുമുണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ. അത്യാവശ്യം നിർബന്ധമാണ്, ചില ആവശ്യങ്ങളും നിർവഹിക്കപ്പെടാനുള്ളതാണ്. ഇത് ആവശ്യങ്ങളും കഴിഞ്ഞ് അനാവശ്യങ്ങളിലേക്കാണ് നമ്മൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. ധൂർത്തുകൾ, ഇതിനെതിരെ നമ്മൾ ചിന്തിക്കേണ്ടയോ? ഒരുപക്ഷെ ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നിയേക്കാം. പക്ഷേ തെറ്റല്ലേ? തെറ്റ് തന്നെയാണ്. തെറ്റ് തിരുത്തുന്ന ആർക്കും ഇഷ്ടമല്ല. ആലിമീങ്ങൾ, ഉലമാ എന്ന് പറയപ്പെടുന്ന മിമ്മൻ യുഖാലു ലഹും ഉലമാ, അത്തരം ആളുകളിലെ ചില പ്രശ്നങ്ങളെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഖുറാ എന്ന് പറഞ്ഞാലും ഉലമാ എന്ന് പറയുന്നതും രണ്ടും ഒരേ അർത്ഥത്തിലാണ് പല വിഷയങ്ങളിലും. അത് ഭയങ്കര ചർച്ച. എന്താ ഇങ്ങനെ പണ്ഡിതന്മാരെ പറയണോ? അതിൽ ഞാനും പെടുന്നുണ്ടോ? നിങ്ങൾ പെടുന്നുണ്ടോ? നമ്മൾ ആർക്കെങ്കിലും ഇതിൽ നിന്നൊരു മോചനം ഇങ്ങനെ ആവാതിരിക്കണ്ടേ എന്ന് ചിന്തിക്കേണ്ടതിന് പകരം നമ്മൾ കൊമ്പ് കോർക്കുകയാണ്. ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ. അവിടെ ഉലമാ എന്നല്ലേ പുണ്യനബി ഉപയോഗിച്ചത്. ഖുറാ എന്ന് പറഞ്ഞാലും ഉലമാ എന്ന് പറയുമ്പോഴും ആമ്മതൻ, പണ്ഡിതന്മാരെന്നറിയപ്പെടുന്നവർ എന്നാണ് അതിനർത്ഥം വരിക. എല്ലാവരും ഇതിൽ പെടൂല. ഉലമാ റബ്ബാനിയൂൻ, അള്ളാഹുവിന്റെ റബ്ബാനികളായ ഉലമാ ഉൽ ആമിലൂൻ, സച്ചരിതരായ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. എന്നാൽ പണ്ഡിതന്മാരിലും തിരുത്തേണ്ടി വരും. തിരുത്തണം. സാധാരണക്കാരെ തിരുത്തണം, മുതലാളിമാരെ തിരുത്തണം, പാവപ്പെട്ടവരെ തിരുത്തണം, പറയുന്ന എന്നെ പോലത്തെ ആളുകൾ തിരുത്തണം. ഈ തിരുത്ത് പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടൂല, സ്വാഭാവികമാണ്. നമ്മൾ അങ്ങനെയാണോ അതിനെ വിചാരിക്കേണ്ടത്? പടച്ചോൻ, ഇതിൽ എന്തെങ്കിലും എനിക്ക് തിരുത്താനുണ്ടോ? ഇത് ഹദീസല്ലേ, പുണ്യനബിയുടെ ഹദീസല്ലേ? ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ. കിതാബോധി പഠിച്ച ഉസ്താദുമാർക്ക് ഞാൻ ഈ പറയുന്ന ഹദീസിന്റെ അർത്ഥം അറിയും. ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ. ഖുറാ എന്ന് പറഞ്ഞാലും പുണ്യനബി തങ്ങൾ ഖിയാമുസ് സാഅയുടെ അടയാളങ്ങളിൽ പറഞ്ഞത് ഉലമാ എന്ന നാമകരണം പറയുന്നവരിൽ. ഫവൈലുൽ ലിൽ മുസല്ലീൻ, അതിനർത്ഥം അല്ലദീന ഹും മിൻ ജമാഅത്തിൽ മുസല്ലീൻ എന്നപോലെ തിരുത്തു വേണ്ടി വരും. തിരുത്തണം നമ്മള്. എന്നെയും നിങ്ങളെയും തിരുത്താനുള്ള അധികാരം ആർക്കാണ്? ശാരിആയ അല്ലാഹുവിനും അവന്റെ റസൂലിനുമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ നിന്നോടത്തേ പറ്റൂ. ഒരുപക്ഷെ ഞാൻ പറയുന്ന പലതും ഞാൻ എന്നെ കല്ലെറിയുന്നുണ്ട്, ഇതിൽ ഞാൻ എനിക്ക് നേരെ പറയുന്നുണ്ട്, ഞാൻ തിരുത്തേണ്ട വിഷയങ്ങളുണ്ട് ഇതിൽ. എന്റെ നീയത്തും എന്റെ ചിന്തകളും എന്റെ ഖസ്ദും ശരിയാവണം. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ദുബൈയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി വന്നതാണ്. എന്തിന് ഞാൻ ഇത്ര സമയം ദൂരെടുത്ത് വരണം? എന്തിന് ഉറക്കൊഴിക്കണം? എന്തിന് വരണം? ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് പറയണം? എന്താണ് എൻ്റെ ഖൽബിലെ ലക്ഷ്യം? ഒരുപക്ഷെ ഞാൻ വരണോ വരാത്തോ, ഇഷ്ടപ്പെടണോ വരാത്തവരൊക്കെ ഇവിടെ ഉണ്ടായിരിക്കാം.
എൻ്റെ ഖൽബിലെ നിയ്യത്ത് എന്താണ്? ഇതാണ് അള്ളാഹു എന്നോട് ചോദിക്കുക. ഞാൻ അതിന് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ട ആളാണ്. ഔവലൻ വആഖിറൻ, ഞാൻ എന്നെ പറ്റി റബ്ബിനോട് ഹിസാബിനെ പറയേണ്ടത്. നിങ്ങളോട് എന്നെ പറ്റി ചോദിക്കൂല, പക്ഷെ നിങ്ങളോട് നിങ്ങളെ പറ്റി ചോദിക്കും, എന്നോട് എന്നെ പറ്റി ചോദിക്കും. നമ്മളൊക്കെ തിരുത്താനുള്ളവരാണ്. ഫൽനുആതിബ് അൻഫുസനാ, അതിനെന്താ കുഴപ്പം? അപ്പോഴേക്കും നമുക്കിങ്ങനെ ഇബ്ലീസ് ഇങ്ങനെ അഖദതുഹുൽ ഇസ്സത്തു ബിൽ ഇസ്മി. സുബ്ഹാനല്ലാഹ്. യാ ആമിറൻ ലിഖറാബിദ്ദാരി മുജ്തഹിദൻ ബില്ലാഹി ഹൽ ലിഖറാബിദ്ദാരി ഉംറാനു വയാ ഹരീസൻ അലൽ അംവാലി തജ്മഉഹാ അഖ്സിർ ഫഇന്ന സുറൂറൽ മാലി അഹ്സാനു. നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീടിന് വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നവനെ നീ എന്തിനാണ് വെറുതെ തളരുന്നത്? നമ്മുടെ വാപ്പമാര് വെച്ച വീടുകള് മക്കൾ പറയുന്നത് മോഡലില്ല, പൊളിക്കുക, പൊളിച്ചിട്ട് പുതിയത് കെട്ടുക എന്ന് പറയും അല്ലേ? അപ്പൊ നിങ്ങൾ പുതിയത് കെട്ടിപ്പോ വാപ്പുണ്ടാക്കിയ വല്യാപ്പുണ്ടാക്കിയ വീട് പേരക്കുട്ടി പൊളിക്കും. നിങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങളെ പേരക്കുട്ടി പൊളിക്കും. വാപ്പാക്ക് ഒരു മോഡലൊന്നും അറിയില്ലായിരുന്നു എന്ന് അവർ പറയാം. ഇതിന് സേഫ്റ്റി ഇല്ല എന്ന് പറയും. അത് അടുത്ത തലമുറ പൊളിക്കും. ഈ ഉണ്ടാക്കുക പൊളിക്കുക ഈ ഒരു ചടങ്ങ് ഖിയാമത്ത് നാൾ വരെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണത്. ഹല്ലി ഖറാബിദ്ദാരി ഉംറാനു. അതിനുവേണ്ടി ഒരുപാട് സമയം, വീടിന് വേണ്ടി, വീട് പണിക്ക് വേണ്ടി ഒരു കൊല്ലൊക്കെ ലീവ് എടുത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ബാംഗ്ലൂരിൽ പോവുക, ഒരു മാസം ബാംഗ്ലൂർ തങ്ങുക, ഒരു മാസം ചൈനയിൽ പോവുക, ഒരു മാസം ഇന്തോനേഷ്യയിൽ, ഒരു മാസം തുർക്കിയിൽ, പിന്നെ ഒരു 1.5 മാസം രാജസ്ഥാനിൽ നിൽക്കും. ചിലപ്പോൾ കല്ലൊക്കെ ഒന്ന് ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലോറിങ്ങിന്, പിന്നെ സ്വിച്ചിനും ഇതിനൊക്കെ ആയിട്ട് വേറെ കുറെ. എന്തിപ്പോൾ ഇതൊക്കെ ചെലവഴിച്ച സമയം എന്തിനായിരുന്നു? വീട് അതന്നെ. എന്നിട്ടോ എത്ര കാലം നിൽക്കും അറിയില്ല. എത്ര കാലം നിന്നു, എത്ര സമയം ചെലവഴിച്ചു ഇതിന്റെ പേര്, എത്ര ടെൻഷൻ അടിച്ചു നീ. അള്ളാഹുവിന് ഒരു നന്ദി പറയാൻ നിനക്ക് സമയം കിട്ടിയില്ല. എന്താ, എനിക്ക് വീടായിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ഞാൻ അള്ളാഹിനോട് ശുക്ർ പറയാ? വീടായി കിട്ടണവരെ നീ അള്ളാഹ്ക്ക് നന്ദി പറഞ്ഞിട്ടില്ല. വീടായി 2 മാസം കൊണ്ട് നീ മരിക്കുകയും ചെയ്തു. ജീവിതത്തിൽ ശുക്ർ പറയാൻ നിനക്ക് നേരം കിട്ടിയില്ല. അൻസൽ മഹ്റൂം ഫമനിൽ മഹ്റൂം. ഏറ്റവും വലിയ ഹതഭാഗ്യന്മാരല്ലേ നമ്മൾ വിചാരിക്കുന്നു അതായിരുന്നു വലിയ നിഅമത്ത് എന്ന്. അല്ല, നിന്റെ ശ്വാസവും നിനക്ക് ദിക്ർ ചൊല്ലാനുണ്ടായിരുന്ന നാവും, ഇതിൻ്റെ ഒന്നും നമ്മൾ ഒരിക്കലും അള്ളാഹുവിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. വീടൊക്കെ പണി പൂർത്തിയായപ്പോഴാ ഡോക്ടർ പറയുന്നത് ഒരു മുഴ കാണുന്നുണ്ട്, നമുക്കൊന്ന് ഡയഗ്നോസ് ചെയ്യണം, നമുക്കൊന്ന് ബോംബെയിലേക്ക് വിടാം ഒരു ടെസ്റ്റിന്. കഴിഞ്ഞില്ലേ നമ്മുടെ ജീവിതം? കഴിഞ്ഞോ? അവിടെ അവസാനിച്ചില്ലേ? പിന്നെ വീടിന്റെ പെയിന്റ് നിനക്ക് കാണണോ? വേണ്ട. വീടിന്റെ ഫ്ലോറിലേക്ക് നോക്കി ചിരിക്കുന്നുണ്ടോ? ക്യാൻസറാണ് ഉള്ളിൽ കിടക്കുന്നത് എന്ന് ഡോക്ടർ പറയുന്നതിന്റെ മുമ്പേ നമ്മുടെ ജീവിതം അവസാനിച്ചു. സംശയം പറഞ്ഞാൽ മതി, ചെറിയൊരു ഗ്രോത്ത് കാണുന്നുണ്ട്. ഐ ഡൗട്ട്സ്. പേടിക്കൊന്നും വേണ്ട, നമുക്ക് ടെസ്റ്റ് വരട്ടെ. പേടിച്ചു, ഇനി പറയണ്ട, പേടിക്കണ്ടെന്ന് പറഞ്ഞാൽ പേടിച്ചു. ഇതിനു വേണ്ടിയാണ് നമ്മൾ സമയം ചെലവഴിച്ചത്. എനിക്ക് വീടില്ല 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 എന്ന് പറഞ്ഞു നടന്ന് അള്ളാഹുവിനോട് ശുക്രൻ ലക യാ റബ്ബ്, നിനക്ക് ശുക്ർ ചെയ്യാനും നിന്റെ മുമ്പിൽ വണങ്ങാനും സുജൂദിൽ കിടക്കാൻ, എന്റെ ഊരയും കാലും മുട്ടും വിരലുകളും മടങ്ങാൻ എന്റെ ശരീരം ഫ്ലെക്സിബിൾ ആക്കി തന്ന റബ്ബേ, എനിക്ക് സുജൂദ് ചെയ്യാൻ നീ അവസരം തന്നില്ലേ പടച്ചവനെ. ثم يدعون الى السجود وهم لا يستطيعون. ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ ജലാലിയത്ത് കാണുമ്പോൾ ഒരുപാട് ആളുകൾ സുജൂദിൽ വീഴും. അപ്പൊ ചില ആളുകൾക്ക് സുജൂദിൽ വീഴാൻ തോന്നും, സാധിക്കില്ല. എന്തേ? ദുന്യാവിൽ അവർ അള്ളാഹുവിന് വേണ്ടി ഇന്റൻഷനലി തൃപ്തിയോടുകൂടെ റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്തിട്ടില്ല. അവർക്ക് കഴിയില്ല. നമ്മൾ എത്ര അള്ളാഹുവിന് ശുക്ർ ചെയ്യേണ്ടവരാ? ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? അയൽപക്കത്തെ വീട്ടുകാരനെ നോക്കിയിട്ടാണ് നമ്മൾ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുക. അവന്റെ എത്ര വലുതൊന്നും അല്ലല്ലോ എന്റെ വീട്, എന്നാ പിന്നെ അതിന് വലിയ അൽഹംദുലില്ലാ എന്ന് പറയാനായിട്ടില്ല. എപ്പോഴത് പറയാ? നിങ്ങൾ എപ്പോ പറയും അല്ലാഹുവിന് ശുക്ർ? വഖലീലും മിൻ ഇബാദിയ ശകൂർ. നമ്മൾ എന്തിനാ കാത്തിരിക്കുന്നത്? ഇന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ ഞാൻ സന്തോഷിക്കൂ, അപ്പോഴേ എനിക്ക് ശുക്ർ ചെയ്യാൻ കഴിയൂ. എൻ്റെ കുട്ടീൻ്റെ കല്യാണം കഴിയട്ടെ, കുട്ടി ഇപ്പൊ ജനിച്ചിട്ടേ ഉള്ളൂ. വഖലീലും മിൻ ഇബാദിയ ശകൂർ.
ഓരോ സെക്കൻഡും അള്ളാഹുവിന്റെ റഹ്മത്താണ്. നിങ്ങളുടെ ശ്വാസം മൂക്കിലൂടെ കയറുന്ന ഈ വായു അതിനെ നമ്മുടെ ലങ്സുകൾ ഫിൽറ്റർ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് പുറത്തുവിടാൻ നിങ്ങൾ പോലും അറിയുന്നുണ്ടോ? നിങ്ങൾ ശ്വസിക്കുന്നത് കൊറോണ വന്ന് വെന്റിലേറ്ററിൽ കിടന്ന് ലക്ഷങ്ങൾ ഹോസ്പിറ്റലുകളിൽ കെട്ടിവെച്ച രോഗികൾക്ക് ചിലപ്പോൾ ഓർമ്മ വരും എത്രയാണ് ഈ ശ്വാസത്തിന്റെ വിലയെന്ന്. നമ്മൾ ആരെങ്കിലും അതിന്റെ വില അറിഞ്ഞിട്ടുണ്ടോ ഇതുവരെ? അല്ലാഹുവേ, എനിക്ക് ശ്വസിക്കാൻ കഴിവ് നൽകിയ റബ്ബേ ലക്കൽ ഹംദു യാ അല്ലാഹ്. എപ്പോഴെങ്കിലും നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി ശുക്ർ പറഞ്ഞിട്ടുണ്ടോ? ശ്വസിച്ചതിന് നന്ദി. ഭക്ഷണം കഴിക്കുക, നമ്മൾ ആലോചിക്കുക, നമ്മൾ ആഗ്രഹിച്ച പല ഭക്ഷണങ്ങളുണ്ട്, അതൊന്നും എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ എപ്പോഴും ഒരു പച്ചക്കറിയും ചോറിൻ്റെ തിന്നുന്നുള്ളൂ, എനിക്കൊന്നും മന്തിയും അതൊന്നും തിന്നാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് ഗൾഫിലേക്ക് പോകാൻ പറ്റിയില്ലല്ലോ, ഞാൻ ഫ്ലൈറ്റ് എന്താ കണ്ടിട്ടില്ലല്ലോ, ഞാൻ ഹറമിൽ എത്തിയിട്ടില്ലല്ലോ, എനിക്ക് അവിടെ ഇവിടെ പോകാൻ പറ്റിയില്ലല്ലോ. കാം ഡൗൺ, കാം ഡൗൺ, ശാന്തനായിരിക്കേ. ഇല്ലാത്തത് ഒരുപാട് പറയാനുണ്ടല്ലേ. ഉഷ്കുരിൽ ഹാദിർ, നിന്റെ കയ്യിലുള്ളതിന് നന്ദി പറയ്. ഇല്ലാത്ത മഫ്കൂദിന് വേണ്ടി നീ പരാതി പറയല്ല.